ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ് ആംസ്റ്റർഡാമിൽ. സെയിൽ ഇവൻറ്റ് ആംസ്റ്റർഡാം നടക്കുവാണ്. ഇവിടെ എല്ലായിടത്തും എനിക്ക് ഹെലികോപ്റ്ററൊക്കെ പോകുന്നതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇവിടെ സെയിൽ ഇവൻറ്റ് ആംസ്റ്റർഡാം നടക്കുക. അത് എന്താണെന്ന് വെച്ചാൽ ലോകമെമ്പാടും നിന്ന് വരുന്ന കുറേ ഷിപ്പും കപ്പലും ബോട്ടുകളൊക്കെ ആംസ്റ്റർഡാമിൽ മീറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പം ഇത് എല്ലാം 5 വർഷത്തിൽ അവർ നടത്തുന്ന ഒരു ഇവൻ്റാണ്. ആംസ്റ്റർഡാമിൻ്റെ 700 ഇയേഴ്സിൻ്റെ സമയത്തായിരുന്നു അവർ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ സെയിൽ ഇവൻറ്റ് നടത്തിയത്. ഇപ്പം അത് നടത്തി അവരെല്ലാം 5 വർഷത്തിലാണ് നടത്തുന്നത്. ദിവസത്തിന് മുമ്പ് 5ാമത്തെ വർഷം നടത്താൻ വേണ്ടി ഇരുന്നപ്പം ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് അവർക്ക് നടത്താൻ പറ്റിയില്ല. അപ്പം ഇന്ന് നടക്കുന്ന ഈ സെയിൽ ഇവൻറ്റ് 10 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ ഭയങ്കര ഗ്രാൻഡാണ്. ഇതിന് ഈ വർഷം ആംസ്റ്റർഡാം 750th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. പ്ലസ് സെയിൽ ഇവൻറ്റിൻ്റെ 50th ആനിവേഴ്സറി ആണ്. അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആംസ്റ്റർഡാം സെൻട്രലിൽ. അപ്പം ഇന്ന് എനിക്ക് അവധിയുള്ള ദിവസമാണ്, താങ്ക് ഗോഡ്. അപ്പോൾ എനിക്ക് ഇത് കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്നു. ഞാൻ അത് ജോസും വരുമായിരിക്കും എൻ്റെ കൂട്ടത്തിൽ. പക്ഷേ അവൻ ഇന്ന് ഓഫീസിൽ പോകേണ്ടി വന്നു. അപ്പോൾ അവൻ പറഞ്ഞു താൻ പോയി നോക്കിയിട്ട് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര തിരക്കായിരിക്കും. എനിക്കിപ്പോൾ തന്നെ കാണാം, ട്രാമൊക്കെ ഇച്ചിരി മുമ്പ് വരെ മൊത്തം നിറഞ്ഞ് തിങ്ങിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആംസ്റ്റർഡാം സെൻട്രലിൽ എന്ത് തിരക്കായിരിക്കും എന്ന് വെച്ചുകൊണ്ട് എന്തായാലും പോയി നോക്കാം. പറ്റാവുന്ന ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ വീഡിയോസിലും പിക്ചേഴ്സിലും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഈ ചില പൈററ്റ്സിൻ്റെ ഒക്കെ കപ്പലൊക്കെ ഇല്ലേ, ഇങ്ങനെ തുണിയൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഉള്ള ഒരു കപ്പൽ, അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കാണിക്കാം. അതേ കണക്കത്തെ കപ്പലൊക്കെ വരുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ കണ്ടത്. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാനായിട്ട് വേണ്ടി. കുറേ കപ്പലുകളും ബോട്ടുകളും എല്ലാം വരുന്നുണ്ട്. വായിച്ചത് വെച്ച് നോക്കുമ്പോൾ അവരുടെ ഫസ്റ്റ് ഇവൻറ്റ് നടന്നപ്പോൾ എങ്ങാണ്ട് 800 ബോട്ട്സ് എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഇവൻറ്റിൽ 1000 ബോട്ട്സും കപ്പലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒബ്വിയസ്ലി നല്ല അധികം ഉണ്ടാവും. ഇതിന് 10 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു ഇവൻറ്റാണ്. ഭയങ്കര ഗ്രാൻഡ് തന്നെയായിരിക്കും. ഞാൻ എപ്പോഴും ട്രാം ഇറങ്ങുന്നതും കയറുന്നതും ആ ഏരിയയിൽ തന്നെയാണ്. അപ്പം എൻ്റെ ഈ വീട്ടിൽ നിന്ന് ട്രാം എടുത്ത ലാസ്റ്റ് സ്റ്റോപ്പാണ് ഈ ആംസ്റ്റർഡാം സെൻട്രൽ. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങാണ്ട് 20 മിനിറ്റേ ഉള്ളൂ എനിക്ക് അവിടെ എത്താനായിട്ട് വേണ്ടി. ഹോപ്പ്ഫുള്ളി എനിക്ക് നല്ലപോലെ എന്തെങ്കിലും വീഡിയോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നോക്കാൻ പോയിട്ട്. അപ്പം വായു എൻ്റെ കൂടെ. നല്ല ചൂടാണ്, 23 ഡിഗ്രി ഉണ്ട്. ഞാൻ മുടിയൊക്കെ കഴുകണമെന്നൊക്കെ വിചാരിച്ച ഇന്ന് ഹോളിഡേ എന്ന് വെച്ചുകൊണ്ട്, പക്ഷേ കഴുകാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ മുടിയൊക്കെ പിന്നി കെട്ടി വെച്ചിരിക്കുകയാണ്. എന്തായാലും പോയിട്ട് വന്നിട്ട് കഴുകാം. എനിക്ക് ഈ ജീൻസ് കുറേ ഇഷ്ടപ്പെട്ടു. ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചതാണ്. നല്ല ലൂസ് സമ്മറിന് പറ്റിയ ജീൻസാണ്. സോ ഇങ്ങനെയാണ് മുടി കെട്ടി വെച്ചിരിക്കുന്നത്. എനിവേസ് വാവ്, വാട്ട് എ വ്യൂ അല്ലേ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രയും അടിപൊളിയായിരിക്കും നേരിട്ട് കാണാനായിട്ട് വേണ്ടി. ഇത്രയും വലിയ വലിയ കപ്പൽ, ചെറിയ ബോട്ട് ഒരുമിച്ച് ഒരേ സ്ഥലത്തു നിന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ പേടിയായിരുന്നു. ഈ ചെറിയ ബോട്ട് അതിൻ്റെ അടുത്തു കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഈ വലുതിന് ചെറുതിനെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് വെച്ചോണ്ട് ഇതിന് കുറേ വലിയ കപ്പൽ പോലെ ഇരിക്കുന്നതിൻ്റെ കൂടെ സൈഡിൽ നിന്ന് കയാക്കിംഗ് ബോട്ടൊക്കെ പോകുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇതൊക്കെ എവിടെ നിന്നൊക്കെ ഇവർക്ക് എങ്ങനെ മനസ്സിലാവുന്നുണ്ട് അടുത്തൊക്കെ വേറെ ചെറിയ ബോട്ടുണ്ടെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം, ഈ ഒരു കോർഡിനേഷൻ, ഇവരുടെ പെട്രോളിങ്, ഹെലികോപ്റ്ററും അത് പോലീസ് വണ്ടിയും ആംബുലൻസും എല്ലാം അവിടെ ഓൺ പോയിന്റ് റെഡിയാണ്. എന്തെങ്കിലും സംഭവിച്ച ഉടനെ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വേണ്ടി. ബട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഞാൻ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ. അപ്പം എനിക്ക് ഒരു ഫസ്റ്റ് ടൈം ഒരു ഉഗ്രൻ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ ഇവൻറ്റ് എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസത്തേക്കുണ്ട്. ഇത് ഇന്നത്തെ ഈ ദിവസമാണ് എല്ലാം ബോട്ടും കപ്പലുകളൊക്കെ വരുന്നത്. എന്നിട്ട് ഈ വലിയ കപ്പലൊക്കെ എവിടെയോ ഇങ്ങനെ പാർക്ക് ചെയ്തിടും. അതിനെന്താ പറയുന്നതെന്ന് അറിയത്തില്ല. കപ്പൽ പാർക്ക് ചെയ്യുന്നതിന് വേറെ വാക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇത് ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് ചില കപ്പലിനകത്ത് നമുക്ക് ഫ്രീ എൻട്രി ഉണ്ട്, അകത്തൊക്കെ പോയി കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സംഭവം ഇപ്പോൾ 2-3 ദിവസത്തേക്കുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഇതെല്ലാം തിരിച്ചു പോകത്തുള്ളൂ. അപ്പം പിന്നെ രാത്രിക്ക് ഫയർ വർക്ക്സ് ഉണ്ട്. ഇതെല്ലാം നല്ലൊരു 3-4 ദിവസത്തെ ഒരു ഇവൻറ്റ് തന്നെയാണ് ടിൽ സൺഡേ.
അപ്പം ദിസ് വാസ് ദ വൺ ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. ഈ തുണിയുള്ളതായിരുന്നു നേരത്തെ ഞാൻ സംസാരിച്ചതൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം കാണണമെന്ന് വെച്ചുകൊണ്ട്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. Say hi. Maybe you will come up in Timmy's vlog. Alright guys, what do you have to say about this boat? About this boat? Are you going to float in the water? Because I think it's Well, clearly. very important Yes. for a boat. I would be a bit worried if the boat is not floating in the water. This one, do a great job. It's good? Is this your favorite? Nah. We should compare It's nice. We'll look at all and then compare them. Yeah? Which one has been your favorite till now? The other one seems very Indian. The green, the yellow. For now, the one that Brown. If it's yellow, it's from China, bro. commute to India. Yeah? Can you say that again? So this is the first like ship went around the world Yeah. And it's from your country? from my country. Yeah. But also he was Portuguese, the captain. That's good. സോ അവിടെ നിന്നെല്ലാം കണ്ടിട്ട് വന്നു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഈ കപ്പൽ അങ്ങനത്തെ ഒക്കെ സംഭവത്തിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവരായിരുന്നെങ്കിൽ അവർക്ക് ഇച്ചിരി കൂടെ എക്സൈറ്റിംഗ് ആയി പോയായിരുന്നു. പക്ഷേ എനിക്ക് അത്രയൊന്നും അറിയത്തില്ല. ഒന്ന് കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. ഒരു 1000-1500 ചെറിയ ചെറിയ ബോട്ടുകളും കപ്പലുകളും ഒക്കെ വന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് വേണ്ടി. വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര അടിപൊളിയായിരുന്നെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ വരെ എന്തായാലും പോയതല്ല. എന്നാൽ പിന്നെ ഞാൻ ഈ ക്രംബിളിലും പോവാം. അലീഷ എൻ്റെ ഫ്രണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ അവളുമായിട്ട് പോയി. ബർത്ത്ഡേ കേക്ക് കുക്കി ട്രൈ ചെയ്തായിരുന്നു. അന്ന് അത് കുറേ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നും അത് തപ്പിയാണ് പോയത്. പക്ഷേ ഇന്ന് അവിടെ അതില്ലായിരുന്നു. അതിന് പകരം വേറെ ഒരെണ്ണമുണ്ടായിരുന്നു. ഇതായിരുന്നു കോട്ടൺ ക്യാൻഡി കുക്കി എന്ന് വെച്ചുകൊണ്ട്. സോ എനിക്കിത് കുറേ ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തു പിന്നെ ഇത് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. നോക്കുക, ഇതിനകത്ത് ഇങ്ങനെ സ്പാർക്കിൾസ് പോലെ ഇങ്ങനെ ഷുഗർ ക്രിസ്റ്റൽസ് ഉണ്ട്. പിന്നെ കോട്ടൺ ക്യാൻഡി എന്ന് വെച്ചാൽ മറ്റേ അപ്പൂപ്പൻ താടിയോ ഈ പിങ്ക് കളറിൻ്റെ ആ സംഭവത്തിൻ്റെ ഫ്ലേവറാണ്. ഭയങ്കര ഫേമസ് ബ്രാൻഡായത്. അതിൻ്റെ മുകളിൽ എന്തോ ഗ്ലിറ്റർ മുണക്കത്തും ഇട്ടിട്ടുണ്ട്, ബ്ലൂ ഗ്ലിറ്റർ പോലെ. ഓ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കണ്ടോ തിളങ്ങുന്നേ. സോ എനിവേസ് ഫസ്റ്റ് ബൈറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ടെക്സ്ചർ. എന്തെങ്കിലും ഇത് കേക്ക് പോലെയാണ് കുക്കി പോലെയാണ് അങ്ങനത്തെ ഒരു കുക്കിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കഴിച്ച് എൻജോയ് ചെയ്യട്ടെ. നല്ല ചൂടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും കുറേ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.